ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആദ്യ 5 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അവതരിച്ച ആയത്തുകളെക്കുറിച്ച്. ശേഷം അള്ളാഹു പറയുന്നു, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. കല്ലാ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. കാര്യം അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട, നിസ്സംശയം, ഒരിക്കലുമല്ല, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ ഏതാണോ യോജിക്കുക ആ അർത്ഥമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിസ്സംശയം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കാര്യം അങ്ങനെയല്ല എന്നുള്ള അർത്ഥം കൊടുക്കാം. ഇന്നൽ ഇൻസാന, ഇന്ന നിശ്ചയമായും, തീർച്ചയായും, ഉറപ്പായും, അൽ ഇൻസാന മനുഷ്യൻ, ലയത്ഗാ, തൊഗാ എന്ന് പറഞ്ഞാൽ അതിരി വിട്ടു, പരിധി വിട്ടു, അക്രമം ചെയ്തു എന്നൊക്കെയാണ്. അത് മാദിയായ പദമാണ്, ഭൂതകാല ക്രിയയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച രൂപത്തിൽ പറയുമ്പോഴാണ് തൊഗാ, അതിരി വിട്ടു, അല്ലെങ്കിൽ പരിധി വിട്ടു, അക്രമം ചെയ്തു. അതിൻ്റെ മുളാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. യത്ഗാ എന്നാണ്. യത്ഗാ എന്നാവുമ്പോൾ പരിധി വിടും, പരിധി വിടുന്നു, അതിരി വിടും, അതിരി വിടുന്നു, അക്രമം ചെയ്യും, അക്രമം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിൽ ല എന്ന് ചേർന്നാൽ അങ്ങനെ തന്നെ, തൗക്കീദിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേക്കീദിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയും, ഉറപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ലയത്ഗാ, അതിരി വിടുക തന്നെ ചെയ്യുന്നു. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, കാര്യം അങ്ങനെയല്ല, നിശ്ചയമായും മനുഷ്യൻ അതിരി വിടുക തന്നെ ചെയ്യുന്നു. അടുത്ത ആയത്ത് അർആഹു ഇസ്തഗ്നാ. അൻ റആഹു എന്നാണ് തുടക്കത്തിൽ. റആ എന്ന് പറഞ്ഞാൽ കണ്ടു, അവൻ കണ്ടു എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. റആഹു, ഹു എന്ന് പറഞ്ഞാൽ അവനെ. അപ്പോൾ റആ അവൻ കണ്ടു, ഹു അവനെ, അവൻ അവനെ കണ്ടു. അതിൻ്റെ മുമ്പിൽ അൻ എന്ന് ചേർക്കുമ്പോൾ അതിനാൽ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ അൻ റആഹു, അവൻ അവനെ കണ്ടതിനാൽ. ഇസ്തഗ്നാ, ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തനായി, അല്ലെങ്കിൽ തനിക്ക് താൻ പോന്നവനായി. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അർആഹു ഇസ്തഗ്ന, തനിക്ക് താൻ പോന്നവനായി അവൻ അവനെ തന്നെ കണ്ടതിനാൽ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായി അവൻ അവനെ തന്നെ കണ്ടതിനാൽ. അടുത്ത ആയത്ത് ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഇന്ന നിശ്ചയമായും, തീർച്ചയായും, ഇലാ റബ്ബിക, ഇലാ എന്ന് പറഞ്ഞാൽ ലേക്ക്, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, സ്കൂളിലേക്ക്, ഇലാ റബ്ബി റബ്ബിലേക്ക്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, നാഥൻ എന്നൊക്കെ തൽക്കാലം അർത്ഥം കൊടുക്കാം. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലാ റബ്ബി റബ്ബിലേക്ക്, ക നിൻ്റെ, ഇന്ന ഇലാ റബ്ബിക നിശ്ചയമായും നിൻ്റെ റബ്ബിലേക്കാണ്. അർ റുജ്ആ, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്, റുജ്ആ എന്ന് പറഞ്ഞാൽ മടക്കം. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്ന ഇലാ റബ്ബിക റുജ്ആ, തീർച്ചയായും നിൻ്റെ റബ്ബിലേക്കാണ് മടക്കം. ഇപ്പോൾ നമ്മൾ ഈ 3 ആയത്തുകളിലെയും പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി വിശദീകരണത്തിലേക്ക് പോവാം. ഈ സൂറത്തിലെ ആദ്യ 5 ആയത്തുകൾ അവതരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയൊന്നും ഇറങ്ങാതെയായി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിഷമിച്ചു, എന്താണ് വഹി ഇറങ്ങാത്തത്. അങ്ങനെ ഒരു ദിവസം പുറത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് ആകാശത്ത് ഒരു ശബ്ദം കേട്ടു. അങ്ങോട്ട് നോക്കിയപ്പോൾ മുമ്പ് ഹിറാ ഗുഹയിൽ വെച്ച് കണ്ട അതേ രൂപം ആകാശത്ത് കണ്ടു. അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വീട്ടിലേക്കോടി, തന്നെ പുതപ്പിട്ട് മൂടാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്താണ് സൂറത്തുൽ മുദ്ദസിറിൻ്റെ ആയത്തുകൾ അവതരിക്കുന്നത്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻസിർ.
പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്ക്, നീ ആളുകൾക്ക് താക്കീത് കൊടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് വിവരം നൽകുക എന്നുള്ള രൂപത്തിൽ ആ ഒരു ഭാഗം അവതരിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അതായത് ആദ്യ 5 ആയത്തുകൾക്ക് ശേഷം പിന്നീട് ഈ 6-ാമത്തെ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് മറ്റൊരു സൂറത്തിൻ്റെ ഭാഗങ്ങൾ അവതരിച്ചിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ അള്ളാഹു തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം കൊടുക്കുക, ഏതൊക്കെ ആയത്തുകൾ എവിടെയൊക്കെ വെക്കണം, അതിൻ്റെ സ്ഥാനമൊക്കെ. ഇവിടെ 6 മുതലുള്ള ആയത്തുകൾ അത് അബൂജഹലിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ് എന്നതാണ് ഒരഭിപ്രായം. 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ അബൂജഹലിൻ്റെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്നും, എന്നാൽ അത് പൊതുവായി അവതരിച്ചതാണ് എന്നും അഭിപ്രായമുണ്ട്. 9 മുതലുള്ള ആയത്തുകൾ അബൂജഹലിൻ്റെ വിഷയത്തിൽ തന്നെ അവതരിച്ചതാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്തായിരുന്നു വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാം എന്നും പറയാം, മസ്ജിദുൽ ഹറം എന്നും പറയാം, അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ നിസ്കാരത്തെ തടയാൻ പോയ അബൂജഹലിൻ്റെ വിഷയത്തിൽ അവതരിച്ച ആയത്തുകളാണ് എന്നുള്ളതാണ് അഭിപ്രായം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി അവിടുന്ന് നിസ്കരിക്കുന്നത് ആളുകൾ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. നേതാവായ അബൂജഹലിന് അതൊട്ടും പിടിച്ചില്ല. അബൂജഹൽ ആളുകളോട് ചോദിച്ചു, മുഹമ്മദ് അവൻ്റെ മുഖം തറയിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടുവോ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ എന്നാണ് ഉദ്ദേശം. അവർ പറഞ്ഞു, അതെ, നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അബൂജഹൽ പറയാണ്, ലാത്തയും ഉസ്സയുമാണ് സത്യം. അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ലാത്തയും ഉസ്സയുമാണ് സത്യം, ഞാനെങ്ങാനും അത് കണ്ടാൽ അവൻ്റെ പിരടിയിൽ ചവിട്ടി അവൻ്റെ മുഖം ഞാൻ നിലത്ത് തേച്ച് കളയുമെന്ന്. ഇത് അബൂജഹലാണ് പറയുന്നത്. അബൂജഹൽ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് അബൂജഹൽ, ആ നാട്ടിലെ നേതാവാണ്. പിന്നീട് ഒരിക്കൽ അബൂജഹൽ നേരിട്ട് കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത്. ഈ നിസ്കാരം നമുക്ക് ഇപ്പോൾ ഉള്ള 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷമായിരുന്നോ അതോ നിർബന്ധമാക്കുന്നതിന് മുമ്പായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആ നാട്ടിലുള്ള ആരാധനാ കർമ്മങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നു, അത്തരം ആരാധനാ രീതികൾ സ്വീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തുള്ള നിസ്കാരമാണോ അതോ ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷമാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇത് അബൂജഹൽ നേരിട്ട് കണ്ടപ്പോൾ അത് തടയാൻ വേണ്ടി പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയിൽ ചവിട്ടാൻ വേണ്ടി പോവാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അബൂജഹൽ സ്വന്തം മുഖം പിറകോട്ട് വലിക്കുന്നതായി ആളുകൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ വേണ്ടി പോയ ആൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ മുഖം വലിക്കുകയാണ്, പേടിച്ച് പോരുകയാണ്. ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിന് അബൂജഹൽ നൽകിയ മറുപടി, ഞാൻ അവൻ്റെ അടുത്തേക്ക് അടുത്തപ്പോൾ എൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു തീയിൻ്റെ കിടങ്ങ് ഞാൻ കണ്ടു. മാത്രമല്ല ഒരു പേടിപ്പിക്കുന്ന ഒരു ജീവിയെയും കണ്ടു, തൂവലുകളൊക്കെയുള്ള. ഇതേക്കുറിച്ച് പിന്നീട് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച്. അദ്ദേഹമെങ്ങാനും എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അദ്ദേഹത്തെ ഇല്ലാതാക്കുമായിരുന്നു, അയാളുടെ വസ്ത്രമൊരിയുമായിരുന്നു, അയാളെ അടിക്കുമായിരുന്നു എന്നുള്ള രൂപത്തിലൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. എന്തായാലും അള്ളാഹു നൽകിയ ഒരു സംരക്ഷണമായിരുന്നു അത്. ശരി, ഇവിടെ 6-ാം ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? കെല്ല ഇന്നൽ ഇൻസാന ലയത്തുക. കെല്ല, കാര്യം അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട. അതായത് അള്ളാഹു വളരെയധികം ഔദാര്യവാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ആ രൂപത്തിൽ അള്ളാഹു മനുഷ്യരോട് ഔദാര്യമൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, മനുഷ്യൻ ഇങ്ങനെയല്ല ആവേണ്ടത്, കല്ല അങ്ങനെയല്ല, ആ രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ നിസ്സംശയം, യാതൊരു സംശയവുമില്ല, ഇന്നൽ ഇൻസാന ലയത്തുക, തീർച്ചയായും മനുഷ്യൻ അതിരുവിടുക തന്നെ ചെയ്യുന്നു. മനുഷ്യൻ അതിരുവിടുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹു മനുഷ്യർക്ക് അതിർത്തി നിശ്ചയിച്ച് തന്നിട്ടുണ്ട്, പരിധി നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ആ അതിർത്തിയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഏതാണ് ഈ പരിധി, ഏതാണ് ഈ അതിർത്തി? ഇപ്പോൾ നമുക്ക് കണ്ണുകൾ തന്നു, കണ്ണുകൾ കൊണ്ട് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ
എല്ലാം കാണാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹു അതിർത്തി വച്ചിട്ടുണ്ട്. നല്ലതുകളേ കാണാവൂ, ചീത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്, അത് നിങ്ങൾ കാണണ്ട എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ണടക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കരുത്. അതേപോലെ നമുക്ക് സംസാരശേഷി നൽകിയിട്ടുണ്ട്, സംസാരിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. എല്ലാം സംസാരിക്കാൻ പറ്റുമോ? എല്ലാം സംസാരിക്കാൻ സാധിക്കും, പക്ഷേ എല്ലാം സംസാരിക്കാൻ പാടില്ല. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. കേൾവി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് കാലുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും നടക്കാൻ പാടുണ്ടോ? എല്ലാ സ്ഥലത്തേക്കും നടക്കാൻ പാടില്ല. അള്ളാഹു ചില അതിർത്തികൾ വെച്ചിട്ടുണ്ട്. കൈകൾ, നമുക്ക് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാം, പക്ഷേ എല്ലാം ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അനുവദിച്ചതുമുണ്ട്, അനുവദിക്കാത്തതുമുണ്ട്. ആ ഒരു അതിർത്തി ഒരു മനുഷ്യൻ മനസ്സിലാക്കണം. ആ അതിർത്തിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് ആ മനുഷ്യൻ നാളെ സ്വർഗത്തിന് അവകാശിയായി മാറുക. പക്ഷേ ഈ ഒരു ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും അങ്ങനെയുള്ള അതിർവരമ്പുകളൊന്നും ആളുകൾ ശ്രദ്ധിക്കൂല. ഈ ലോകത്തുള്ള സുഖവും ഇവിടെയുള്ള നേട്ടവും മാത്രം ലക്ഷ്യം വെക്കും. നാളെ പരലോകത്തുള്ള കാര്യത്തെക്കുറിച്ച് അത്രയധികം ചിന്തിക്കാതെ ഇവിടെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ആ അതിർത്തികളൊക്കെ ലംഘിച്ച് ജീവിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് കച്ചവടമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കച്ചവട വസ്തു ചിലവാകാൻ വേണ്ടി എന്ത് ഇല്ലായ്മയും പറഞ്ഞ്, ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുക, എന്നിട്ടത് വിൽപ്പന നടത്തുക. അപ്പം അതിൻ്റെ ലാഭം കിട്ടും. അപ്പോൾ ആ ലാഭം ഈ ലോകത്തേക്ക് മാത്രമേ ഉപകരിക്കൂ, നാളെ പരലോകത്ത് അത് നേരെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല. എവിടെയാണ് അള്ളാഹു പറയുന്നത്? എല്ലാ കാര്യങ്ങൾക്കും അതിർത്തിയുണ്ട്, തെറ്റുകളിലേക്ക് പോകരുത് എന്നർത്ഥം. ആഹുസ്തവന, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പരിധി വിട്ട് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ, താൻ തനിക്ക് പോന്നവനായി കണ്ടതിനാൽ, എനിക്ക് മറ്റൊരാളുടെയും സഹായം വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി, എനിക്കൊരു അപകടവും വരില്ല, എനിക്കൊരു അപകടം വരുത്താൻ ആർക്കും കഴിയില്ല, എനിക്ക് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ മതി, എനിക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ ആരെയും ആശ്രയിക്കേണ്ടവനല്ല, എനിക്കാരുടെയും ഒരു സഹായവും വേണ്ട എന്ന രൂപത്തിലുള്ളൊരു അഹങ്കാരത്തിൻ്റെ ചിന്ത, അത് മനുഷ്യനുള്ളത് കൊണ്ടാണ് അവൻ ഈ രൂപത്തിൽ പരിധി വിട്ട് പ്രവർത്തിക്കുന്നത്, അതിർത്തി വിട്ട് പ്രവർത്തിക്കുന്നത്. അതേസമയം എനിക്കെല്ലാ കാര്യത്തിനും എൻ്റെ റബ്ബിനെ ആശ്രയിക്കണം, എൻ്റെ റബ്ബാണ് എൻ്റെ രക്ഷിതാവ്, ആ റബ്ബിൻ്റെ അടുത്തേക്കാണ് ഞാൻ മടങ്ങുക എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിരുവിട്ട് പ്രവർത്തിക്കാൻ ആൾക്കാർക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയാണ്, ആഹുസ്തഗന, സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. ഫിർഔൻ നമുക്കറിയാം, ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ തന്നെയാണ് റബ്ബ്, എനിക്കാരെയും പേടിക്കേണ്ടതില്ല, എനിക്കൊരു അപകടവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് ആ രൂപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അവസാനം എന്തായിരുന്നു? ഈ രൂപത്തിലൊക്കെ ജീവിച്ച പലരും അവസാനം നേരെ തിരിച്ച് ചിന്തിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ആകെ പരിതപിക്കുന്ന അവസ്ഥ. പക്ഷേ ഏറ്റവും അവസാനം ആ മരിക്കുന്ന സമയത്ത് അപ്പോൾ മനസ്സിൽ ബോധമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ജീവിതം മുഴുവൻ തെറ്റായ രൂപത്തിൽ ജീവിച്ചിട്ട് മരിക്കുകയാണ് എന്ന് ഉറപ്പാകുന്ന സമയത്ത് ആ സമയത്തൊരു ബോധം വന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആഹുസ്തഗന, മനുഷ്യൻ അവൻ സ്വയം പര്യാപ്തനായി കണ്ടതിനാലാണ് അവൻ പരിധി വിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, അതൊരു താക്കീദിൻ്റെ സ്വരത്തിൽ അള്ളാഹു പറയാണ്. മനുഷ്യ, നീ ഓർക്കണം കേട്ടോ, നിശ്ചയമായും നിൻ്റെ റബ്ബിലേക്കാണ് നിൻ്റെ മടക്കം. നീ അവസാനം മടങ്ങിയെത്തുക റബ്ബിലേക്കാണ്, എൻ്റെ അടുത്തേക്ക് തന്നെയാണ് നീ വരിക. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ എന്തെങ്കിലും വികൃതി കാണിച്ച് ഓടിപ്പോകുന്ന സമയത്ത് നീ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് മടങ്ങി വരിക എന്ന് ഓർമ്മ വേണം കേട്ടോ എന്ന് പറയാറുണ്ടല്ലോ, ഒരു താക്കീതോടു കൂടി. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നീ ആ ചെയ്തതിന് ഞാൻ ശിക്ഷ നൽകുമെന്നാണല്ലോ. ഇതേപോലെ തന്നെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തേക്കാണ് വരിക. ഈ ലോകത്ത് എങ്ങനെ നിങ്ങൾ ജീവിച്ചാലും, എത്ര വെട്ടിപ്പിടിച്ച് ജീവിച്ചാലും, അതൊക്കെ ഇവിടെ വിട്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമെന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. അവിടെ വെച്ച് നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം അതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ന ഒരു താക്കീതാണ് അതിലൂടെ അള്ളാഹു നൽകുന്നത്.
ഈ ലോകത്ത് ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവർ, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് തെറ്റും ചെയ്ത് ജീവിക്കുന്നവർ, അവരൊക്കെ മരിച്ചു പോയപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ വീടിൻ്റെ ആധാരവും അടിയാധാരവും ഉണ്ടാവും. ഈ അടിയാധാരം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ കാണാം, മരിച്ചുപോയ ആളുകളുടെ പേരുകൾ. അത് ആ സ്വത്തിൻ്റെ പഴയ ഉടമസ്ഥരാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്വത്തിൻ്റെ പഴയ ഉടമസ്ഥർ. അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്താണ് അവർ പറഞ്ഞിരുന്നത്? ഇതെൻ്റെ സ്വത്താണ്, ഇതെൻ്റെ സ്വത്താണ്. പക്ഷെ മരിച്ചു പോയപ്പോൾ അവർ കൊണ്ടുപോയോ? ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്നു ഇതെൻ്റെ സ്വത്താണ്. ഇനി ഒരു കാലത്ത് നമ്മളുടെ പേരും അടിയാധാരത്തിലെ ഒരു വരിയായിട്ട് മാറും. ആ അടിയാധാരത്തിൽ നമ്മുടെ പേരും വരും. അന്ന് നമ്മളുടെ തലമുറ അവർ പറയും, മുമ്പൊക്കെ ഇവരുടേതായിരുന്നു ഇതെന്ന്. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്നതോടുകൂടി, നമ്മൾ മരിച്ചു പോകുന്നതോടുകൂടി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യ, നീ ഓർക്കണം കേട്ടോ, നീ അവസാനം മടങ്ങിയെത്തുക എൻ്റെ അടുത്തേക്കാണ്. നീ വെട്ടിപ്പിടിച്ചതും നീ തെറ്റായ രൂപത്തിൽ നേടിയെടുത്തൊന്നും നിനക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല അതുകൊണ്ടൊന്നും. അതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം എന്ന് നീ ഓർക്കണം. അപ്പോൾ അക്രമിയായ മനുഷ്യൻ, അല്ലെങ്കിൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യൻ, ഈ അക്രമി എന്ന് പറയുമ്പോൾ ക്രമം തെറ്റിച്ചവനാണ്. അള്ളാഹു ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ. ആ ക്രമം തെറ്റിച്ച് ജീവിക്കുന്നവരൊക്കെ അക്രമിയാണ്. അതല്ലാതെ ഒരാളെ ഏതെങ്കിലും തരത്തിൽ കൊല്ലുന്ന ആളോ അല്ലെങ്കിൽ ആ തരത്തിൽ അക്രമം ചെയ്യുന്ന ആൾ മാത്രമല്ല അക്രമി. അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം തെറ്റിച്ച് ജീവിക്കുന്നവരെ അള്ളാഹു അക്രമി എന്ന് തന്നെയാണ്. ക്രമം തെറ്റിച്ചവൻ അക്രമിയാണ്. അപ്പോൾ ആ തരത്തിൽ അക്രമം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവർ സൂക്ഷിക്കണം. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ മറുപടി പറയേണ്ടി വരും, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കൃത്യമായൊരു താക്കീതാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. കെല്ലാ, അവിടെ ഒരു നീട്ടലുണ്ട്. ശേഷം ഇന്ന, അതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു, നീട്ടലിന് ശേഷം ഹംസ വന്നു. അത് ഒരേ പദത്തിലാണോ? അല്ല, വ്യത്യസ്ത പദങ്ങളില്ല. കെല്ലാ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് നീട്ടൽ, ഇന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ വ്യത്യസ്ത പദങ്ങളിലാണ്, അടുത്തടുത്താണ് മദ്ദും ഹംസയും വന്നത്. അങ്ങനെയാവുമ്പോൾ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. കെല്ലാ ഇന്ന, നൂനിൻ്റെ ഷദ് മണിക്കണം. നൂനിനും മീമിനും ഷദ് പരിശുദ്ധ ഖുർആനിൽ എവിടെ കണ്ടാലും അത് മണിച്ചിട്ട് വേണം പറയാൻ. ഇന്ന, ഇന്നൽ ഇൻസാന, അവിടെ ഇൻസാന എന്നുള്ളിടത്ത് സീനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഇൻ എന്ന് പറയില്ല, ഇൻസാന. ആ നൂനിനെ അവ്യക്തമാക്കി, വ്യക്തമല്ലാത്ത രൂപത്തിൽ പറയാം. ഇൻസാന ലയത്വ, അവിടെ ത്വാഇന് സുക്കൂനുണ്ട്. 5 അക്ഷരങ്ങൾക്ക് സുക്കൂനുകൾ കണ്ടാൽ ആ അക്ഷരങ്ങളെ കുറച്ച് വെളിവാക്കി പറയണം, ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ കട്ടിയിൽ പറയണം. കുത്തുബുജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് കണ്ടാലും അതിനെ ഒന്ന് വെളിവാക്കി പറയണം. ഇപ്പോൾ ഇവിടെ ത്വാഇന് സുക്കൂന് വന്നു. അപ്പോൾ ആ ഒരു ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കൃത്യമായിട്ട് കേൾക്കണം. ലയത്തുക, അവിടെ നോക്കൂ, ലയത്തുക എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ ഒരു നീട്ടലിൻ്റെ ഒരു അടയാളം അവിടെ മുകളിൽ കാണാം. അതെന്താണ് കാരണം? അതവിടെ നിർത്തുന്ന ആളുകൾക്കുള്ള നിയമമല്ല. അവിടെ നിർത്തുന്ന ആളുകൾ സാധാരണഗതിയിൽ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ ലയത്തുക എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. എന്നാൽ അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ, അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ, അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ എന്താണ്? ഹംസയാണ്. അപ്പോൾ ലയത്തുക എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്ദും വന്നു, അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നു. അപ്പോൾ അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിൽ. നേരത്തെ പറഞ്ഞ പോലെ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല, മദ് മുൻഫസിൽ. അങ്ങനെയുള്ളവർക്ക് അവിടെ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം എന്ന് കാണിക്കാനാണ് ലയത്തുക എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ ഒരു മദ്ദിൻ്റെ അടയാളം, ആ ഒരു നീട്ടാനുള്ളൊരു വര അങ്ങനെ മുകൾ ഭാഗത്ത് കാണിച്ചിട്ടില്ലേ, അത് അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ആയത്ത് അർ റആഹു, അവിടെ അൻ റആഹു, റാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. റാഇൻ്റെയോ ലാമിൻ്റെയോ മുമ്പ് സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നാൽ അതിനെ ആ റായിലേക്ക് അല്ലെങ്കിൽ ലാമിലേക്ക് പൂർണ്ണമായിട്ട് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. തൻവീനാണെങ്കിൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ ലയിപ്പിക്കുക, നൂനാണെങ്കിൽ സുക്കൂനുള്ള നൂനാണെങ്കിൽ ആ സുക്കൂനുള്ള നൂനിനെ ലയിപ്പിക്കുക. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള നൂന് വന്നു. അപ്പോൾ അൻ എന്നുള്ളിടത്തുള്ള ആ നൂനിനെ റായിലേക്ക് പൂർണ്ണമായിട്ടാണ് ലയിപ്പിച്ചാൽ പിന്നെ നൂനുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ നൂന് പറയേ വേണ്ട, നേരെ റാഇന് ഷദ്ദുള്ള രൂപത്തിൽ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അവിടെ റാഇന് ഷദ്ദ് കിട്ടിയത്. ശരിക്കും റആഹു എന്ന് പറയുമ്പോൾ റാഇന് ഷദ്ദ് വേണ്ടല്ലോ.
ആ നൂന് ആ റായിലേക്ക് ലയിപ്പിച്ചപ്പോൾ റായിന് ശബ്ദ് വന്നതാണ്. അപ്പോൾ അർ ആഹു, അർ ആഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു അവസാനത്തിൽ. ഹ ഉലമീർ കണ്ടാൽ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ, ഉണ്ടെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം ആ ഹ ഉലമീറിനെ നീട്ടണം. ഇവിടെ അർ ആഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തില്ല, ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? മുമ്പുള്ള അക്ഷരം ആ അവിടെ ഒരു നീട്ടലാണ്, ആ എന്നുള്ള നീട്ടല. നീട്ടൽ വന്നാൽ അവിടെ നമ്മൾ സുക്കൂനുള്ള ഒരു അക്ഷരമായിട്ട് സങ്കല്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഹർക്കത്തില്ല എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. അതേപോലെ ശേഷം വരുന്ന അക്ഷരം എന്താണ്? ഇസ്തഗന. അവിടെ ഹംസത്ത് വസ്ലിനെ പരിഗണിക്കൂല, അത് ഉച്ചരിക്കാത്ത അക്ഷരമാണ്. ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള സീനാണ്. അപ്പോൾ മുമ്പും ശേഷവും 2 ഭാഗത്തും ഹർക്കത്തില്ല. ഒരു ഭാഗത്ത് ഹർക്കത്തില്ലെങ്കിൽ പോലും നീട്ടാൻ പാടില്ല. ഇവിടെ 2 ഭാഗത്തും ഹർക്കത്തില്ല, അതുകൊണ്ട് ആ ഹ ഉലമീറിനെ നീട്ടാൻ പാടില്ല. അർ ആഹുസ്തഗന. ഇസ്തഗന എന്നുള്ളതിൻ്റെ അവസാനത്തിലും നീട്ടൽ കണ്ടു. നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ പോലെ ഇസ്തഗന, ആ നാ എന്നുള്ള നീട്ടലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ ഒരു നീട്ടലിൻ്റെ മുകളിൽ ആ ഒരു നീണ്ട ഒരു വര കൊടുത്തത്? അവിടെ ശരിക്കും നിർത്തുകയാണെങ്കിൽ, പാരായണം നിർത്തുകയാണെങ്കിൽ ഇസ്തഗ്ന എന്ന് പറഞ്ഞിട്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നിർത്തിയാൽ മതി. പക്ഷേ അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ എന്താണ്? അവിടെ ഹംസയാണ്, ഇന്ന, അവിടെ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു വ്യത്യസ്ത പദങ്ങളിൽ. 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല, മദ് മുൻഫസിൽ. അങ്ങനെ ഓതിപ്പോകുന്ന സമയത്ത് 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം എന്ന് കാണിക്കാനാണ് ആ ഇസ്തഗ്ന എന്നുള്ളതിൻ്റെ അവസാനത്തിലെ നാ എന്നുള്ളതിന് ആ ഒരു നീട്ടാനുള്ള അടയാളം മുകൾ ഭാഗത്ത് കൊടുത്തത്. അടുത്ത ആയത്ത് ഇന്ന, നൂനിൻ്റെ ശബ്ദ് മണിക്കുക. ഇലാ റബ്ബിക റുജ് ആ, അവിടെ റുജ് ആ, ജീമിന് സുക്കൂന് വന്നു. ഞാൻ നേരത്തെ 5 അക്ഷരങ്ങൾ എണ്ണി പറഞ്ഞല്ലോ, കുത്തുബുജദ്, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് അതിന് പറയാം. അതിൽപ്പെട്ടതാണ് ഈ ജീമും. അപ്പോൾ ജീമിന് സുക്കൂന് വന്നു, അതിനെയും എടുത്ത് പറയണം. റുജ് ആ എന്ന് പറഞ്ഞാൽ പോരാ, റുജ് ആ, ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, വെളിവാക്കി പറയണം, റുജ് ആ. ഇനി നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഇനി ഈ ആയത്തുകളുടെ ഇടയിൽ നിർത്താതെ ഓതുകയാണെങ്കിലോ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന ഗ്രാമർ നോക്കാം. കല്ലാ ഇന്നൽ ഇൻസാന, ഇന്ന വന്നു കഴിഞ്ഞാൽ, ഇന്ന, അന്ന, കന്ന പോലെയുള്ള പദങ്ങളുണ്ട്. അവ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഈ ഇന്നയൊക്കെ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് ഇന്നയുടെ ഇസ്മെന്ന് പറയും. ഇപ്പോൾ ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ. അപ്പോൾ ഇന്ന എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്നുള്ള, ഇൻസാൻ എന്നുള്ള വാക്കിനെ ഇന്നയുടെ ഇസ്മ എന്നാണ് പറയുക. അങ്ങനെ ഇന്നയുടെ ഇസ്മായിട്ട് വരുന്ന പദം അതിന് എപ്പോഴും നെസ്ബായിരിക്കും കിട്ടുക. സാധാരണ ഫത്തഹ കൊണ്ടോ ഫത്തഹ തൻവീൻ കൊണ്ടോ ആണ്, എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും. അപ്പോൾ ഇവിടെ ഇന്നൽ ഇൻസാന, എന്തുകൊണ്ട് ഇൻസാന എന്ന് എഴുതിയ അവസാനത്തിൽ? ഇൻസാനു എന്നല്ലല്ലോ, ഇൻസാന എന്ന് എഴുതാൻ കാരണം ഇന്ന വന്നതുകൊണ്ടാണ്. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നെസ്ബ് കിട്ടും, ആ നെസ്ബിനെ കാണിക്കാനാണ് അവിടെ ഫത്തഹ ഇട്ടത്. പിന്നെ അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ട് വരുന്ന പദമാണ് ഇന്നയുടെ ഖബറായിട്ട് വരിക. ഇവിടെ ലേത്തുക എന്നുള്ള ഒന്നിച്ചുള്ളൊരു പദപ്രയോഗമാണ് പിന്നെ ഇന്നയുടെ ഖബറായിട്ട് വന്നത്. ഒറ്റ പദം, ഒരു ഇസ്മ മാത്രമായിട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്കതിന് റഫ് കാണാൻ പറ്റും. ഇവിടെ ഒരു പദപ്രയോഗം ഒന്നിച്ചാണ് വന്നത്, അത് റഫിൻ്റെ സ്ഥാനത്താണെന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അടുത്ത ആയത്ത് അർ റആഹു ഇസ്തഗ്നാ. അവിടെ റആഹു എന്ന് പറയുമ്പോൾ, റആ എന്ന് പറയുമ്പോൾ അവൻ കണ്ടു എന്നാണ്. അപ്പോൾ അവിടെ ഫേലും വന്നു, ഫായിലും വന്നു. അവൻ എന്നുള്ളതാണ് അവിടെ ഫായിൽ, കർത്താവ്, സബ്ജക്റ്റ്. റആ കണ്ടു എന്നുള്ളതാണ് അവിടെ ഫേല്, ക്രിയ അല്ലെങ്കിൽ വെർബ്. ഇനി ഹു, അവനെ, അതെന്താണ്? അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അപ്പോൾ റആഹു എന്നുള്ളിടത്ത് അതിനുള്ളിൽ ഫേലും ഫായിലും മഫ്ഊലും ബിഹിയും വന്നു. ഫായിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, ഹുവ എന്നുള്ളത് അതിനകത്ത് ഫായിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അടുത്ത ആയത്തിൽ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഇവിടെയും ഇന്ന വന്നു. ഇവിടെ ഇന്നയുടെ ഇസ്മ എന്താണ്? ഇന്നയുടെ ഇസ്മ റുജ്ആ എന്നുള്ളതാണ്. അത് അവസാനത്തിൽ കൊണ്ടുപോയി എഴുതിയത്. ശരിക്ക് ഇന്ന റുജ്ആ എന്നാണ് ശരിക്ക്, തീർച്ചയായും മടക്കം എന്നുള്ളതാണ്. അപ്പോൾ ആ റുജ്ആ എന്നുള്ളത് ഇന്നയുടെ ഇസ്മാണ്, അതിന് നെസ്ബ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരം, ഇപ്പോൾ അവിടെ ഒരു ഐന് കഴിഞ്ഞിട്ടൊരു യാ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അതിന് ഹർക്കത്തിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ.
അവിടെ ആ എന്നുള്ളതിൻ്റെ ആ ഒരു ഐനിൻ്റെ ഫത്ഹ അല്ല ശരിക്കും നെസ്ബിനെ സൂചിപ്പിക്കുന്നത്. അവിടെ നെസ്ബിൻ്റെ അടയാളമായിട്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. അവിടെ ഇല്ലത്തിൻ്റെ അക്ഷരം വന്നു, രോഗമുള്ള അക്ഷരം എന്നൊക്കെയാണ് ഇതിന് പറയാം. അങ്ങനെ രോഗമുള്ള അക്ഷരം എന്ന് പറയാൻ കാരണം അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും താങ്ങാൻ കഴിവില്ല അതിന്. അപ്പോൾ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു അവിടെ ഇല്ലത്തിൻ്റെ അക്ഷരം വന്നു, അതുകൊണ്ട് അതിന് ഹർക്കത്തൊന്നും കാണിക്കാൻ പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി അതിൻ്റെ ഇടയിൽ ഇന്ന എന്നുള്ളതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇലാ റബ്ബിക്ക എന്ന് വന്നു. ഇലാ എന്നുള്ളത് ഹർഫ് ജറാണ്. ഹർഫ് ജർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണഗതിയിൽ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ ഒക്കെയാണ് ജറിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഇലാ റബ്ബി, ആ റബ്ബ് എന്നുള്ള പദത്തിന് കസർ കിട്ടാനുള്ള കാരണം ഇലാ വന്നതുകൊണ്ടാണ്. കാരണം ഇലാ ഹർഫ് ജറ ആയതുകൊണ്ട് റബ്ബ് എന്നുള്ളതിന് ജറ് കിട്ടി, അതുകൊണ്ടാണ് റബ്ബി എന്നെഴുതിയത്. ഇനി റബ്ബിക്ക എന്നെടുത്തു കഴിഞ്ഞാൽ റബ്ബ് എന്നുള്ള പദത്തെ ക എന്നുള്ളതിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും, ഏതിനെയാണോ ചേർത്തത് അതിന് മുലാഫ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ റബ്ബിക്ക എന്ന് പറയുമ്പോൾ റബ്ബ് മുലാഫാണ്, ക എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. പക്ഷേ ഇവിടെ ക എന്നുള്ളത് മബ്നിയായ ഒരു പദം എന്നാണ് പറയാം. അതിന് ജറ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അതെപ്പോഴും അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ മബ്നി എന്ന് പറയും. എന്നാലും അതിന് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.